നെക്സ്റ്റ് ഈസ് മെട്രിക്സ് റിപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ്. നേരത്തെ നമ്മളൊരു ഗ്രാഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻസിഡൻസ് മെട്രിക്സ് കണ്ടു. അതുപോലെ തന്നെ ഒരു മെട്രിക്സാണ് അഡ്ജസൻസി മെട്രിക്സ്. ഓക്കെ, ഇൻസിഡൻസ് മെട്രിക്സിൽ വേർട്ടിക്സും എഡ്ജസും തമ്മിലുള്ള റിലേഷനായിരുന്നു. ഇവിടെ വേർട്ടിസസും തമ്മിലുള്ള ഒരു റിലേഷനാണ് വരുന്നത്. ഓക്കെ, ലെറ്റ് G be a graph with n vertices listed as v1, v2, etc. vn. The adjacency matrix of G with respect to this particular listing of n vertices of G is the n by n matrix. A of G is equal to Aij where. ഓക്കെ, അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ് ആണ്. അപ്പം v1, v2, v3 എക്സെട്ര vn നമ്മളിവിടെ എഴുതും. ഓക്കെ, ഇവിടെ കോളംസും വരുന്നത് വേർട്ടിസസ് തന്നെയാണ്. അപ്പോൾ വേർട്ടിക്സ് റിലേഷൻ ആയിരുന്നു എന്ന് ആദ്യം പറഞ്ഞായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് n by n മെട്രിക്സ് എന്ന് പറയുന്നത്. Where ijth entry Aij is the number of edges joining the vertex vi to the vertex vj. ഓക്കെ, ഇപ്പോൾ രണ്ട് വേർട്ടിസസ് എടുത്താൽ ആ വേർട്ടിസസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന എത്ര എഡ്ജസ് ഉണ്ടാവും, അഥവാ എത്ര എഡ്ജസിൻ്റെ എൻ വേർട്ടിസസ് ആയിട്ട് vi vj വരും. ഓക്കെ, അപ്പം ഇവിടെ v1, v2, v3 എക്സെട്ര vn, v1, v2, v3 എക്സെട്ര vn ആണെന്നുണ്ടെങ്കിൽ ഇവിടെ v1 ഫസ്റ്റ് v1. ഓക്കെ, v1ഉം എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന എത്ര എഡ്ജസ് ഉണ്ട്. അപ്പം v1 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ലൂപ്പുകൾക്ക് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഇനി v1ഉം അടുത്ത v2. അപ്പോൾ v1, v2 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന എത്ര എഡ്ജസ് ഉണ്ട്. ഓക്കെ, അപ്പം സിംഗിൾ എഡ്ജ് ആണെങ്കിൽ ഇവിടുത്തെ എൻട്രി 1 വരും. പാരലൽ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ പാരലൽ എഡ്ജിൽ 2 എഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി 2 വരും. 3 എഡ്ജസ് ആണെങ്കിൽ എൻട്രി 3 വരും. അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇവിടെ ഇപ്പം 4 വേർട്ടിസസ് ആണുള്ളത്. v1, v2, v3, v4 എഴുതി. v1, v2, v3, v4 എഴുതി. v1ഉം എടുത്താൽ v1 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന ഏതൊക്കെ എഡ്ജസ് ഉണ്ട്? ഈ ഒരു എഡ്ജ് മാത്രമേ, ഈ ഒരു ലൂപ്പ്, ഇവിടെ ഒറ്റ എഡ്ജ്. v1, v2 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന ഒരു എഡ്ജ്. അല്ലാതെ v1ലേക്ക് എത്രയുണ്ട്, v2ലേക്ക് എത്രയുണ്ട് അങ്ങനെയല്ല. v1, v2 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന, അതായത് ഒരു എഡ്ജിൻ്റെ രണ്ടറ്റത്തുമുള്ള ആ 2 വേർട്ടിസസ് ആ പറഞ്ഞിരിക്കുന്ന വേർട്ടിസസ് ആയിരിക്കണം. ഓക്കെ, v1, v2 1. ഇനി v1, v3 ഒന്നുമില്ല. v1, v4 ഒന്നുമില്ല. v2, v1 എന്ന് പറയുന്നത് ഒന്ന്. v1ൽ നിന്ന് v2ലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ v2ൽ നിന്ന് v1ലേക്ക് ഉറപ്പായിട്ടും കാണും. ഓക്കെ, v2 എന്ന് പറയുമ്പോൾ v2 എൻ വേർട്ടിസസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. v2ൽ ലൂപ്പ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പറയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇനി v2, v3 എത്രയാണ്? 1. v2, v4 1. v3, v1ൽ നിന്ന് v1ലേക്ക് ഒന്നുമില്ല. v3, v2ലേക്ക് 1. v3, ലൂപ്സ് ഒന്നുമില്ല, അതൊരു 0. v3, v4ലേക്ക് 1. v4, v1ൽ നിന്ന് v1ലേക്ക്, അതായത് v4ഉം v1ഉം എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന ഒരു എഡ്ജ് ഉണ്ടോ ഇവിടെ? ഒന്നിൽ കൂടുതലോ എഡ്ജസ് ഉണ്ടോ? ഇല്ല, 0. v4, v2 ഒരു എഡ്ജ്. v4, v3 എന്ന് പറയുമ്പം v4ഉം v3 എൻ വേർട്ടിസസ് ആയിട്ട് വരുന്ന എത്ര എഡ്ജസ് ഉണ്ട് ഇവിടെ? v3, v4. ഓക്കെ, 2 എഡ്ജസ് ഉണ്ട്. ഇവിടെ 2 വരും. ഇനി v4, v4 ആണെങ്കിലോ? v4 ആണെങ്കിൽ ലൂപ്പ് ഉണ്ടായിരിക്കണം. ഇവിടെ ലൂപ്പില്ല. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. v3, v4 എന്ന് പറയുന്നത് 2 തന്നെ. ഓക്കെ, ഇത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും നമുക്ക്. ഇനി ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതുപോലെ v3, v2 എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ v2, v3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. v4, v3 എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ v3, v4 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് അഡ്ജസൻസി മെട്രിക്സ്. പിന്നെ ആ മെട്രിക്സിൽ ഏത് വെർട്ടിക്സിലാണോ ലൂപ്പുകളുള്ളത് ആ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലൂപ്പുകളുടെ ഇതായിരിക്കും. അപ്പം ഏതൊക്കെ വെർട്ടിസസിലാണോ ലൂപ്പുകളുള്ളത് അവിടെ മാത്രം എൻട്രി 1 വരും. ലൂപ്പുകളില്ലാത്തടത്തെല്ലാം ആ വെർട്ടിസസിന് 0 ആയിരിക്കും എൻട്രീസ് വരുന്നത്.
ഓക്കെ, ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. വി ഐ ജെ എന്ന് പറയുന്ന എൻട്രി, എ ഐ ജെ എന്ന് പറയുന്ന എൻട്രി എ ഐ ജെ ആണ്. ഇത് എ ഐ ജെ. ഓക്കെ, അപ്പം എ ഐ ജെ എന്ന് പറയുന്ന എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ജെ, ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറയും. ഐ ഈസ് ഈക്വൽ ടു ജെ എന്ന് പറയുന്നത് ഈ ഡയഗണൽ എലമെൻറ്റ്സാണ്, അതായത് V11, V22, V33, V44. അപ്പം ഇങ്ങനെയുള്ളവിടുത്ത് വരാവുന്ന പോസിബിൾ എൻട്രീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൂപ്സ് ഇല്ലാത്ത കേസ്. ലൂപ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻട്രീസ് 0 ആയിരിക്കും. അതായത് V11, V22, V33 എന്ന് പറയുമ്പം അത് തമ്മിൽ അവിടെ ഒരു എൻട്രി വരണമെന്നുണ്ടെങ്കിൽ ഒരു ലൂപ്പെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ലൂപ്സ് ഉണ്ടോ ആ എൻട്രീസ് ആയിരിക്കും, അത്രയും എണ്ണമായിരിക്കും ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നത്. ലൂപ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 0 വരും. ഇനി ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോൾ ബാക്കി എല്ലാ എൻട്രീസിലും ഐ നോട്ട് ഈക്വൽ ടു ജെയിൽ V1ഉം ഇപ്പോൾ V12 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കും. V12 ആണെന്നുണ്ടെങ്കിൽ ഈ എൻട്രി വരും. ഇപ്പോൾ V1, V2 തമ്മിൽ ജോയിൻ ചെയ്യുമ്പം എത്ര എഡ്ജസ് ഉണ്ടോ, സിംഗിൾ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 വരും. ഇനി പാരലൽ എഡ്ജസിൽ 2 എഡ്ജസ് ആണെങ്കിൽ ഇവിടെ 2 വരും. 3 എഡ്ജസ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ 3 വരും. അങ്ങനെയാണ് എൻട്രീസ് പോകുന്നത്. ഓക്കെ, അപ്പം കുറച്ച് നോട്ടുകളാണ്. ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എ ഓഫ് ജി എന്ന് പറഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ മെട്രിക്സ് ഇസ് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. പിന്നെ ഇഫ് ജി ഹാസ് നോ ലൂപ്സ് ദെൻ ഓൾ എൻട്രീസ് ഇൻ എ മെയിൻ ഡയഗണൽ ഓഫ് എ ജി ആർ. ലൂപ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ഡയഗണലിൽ വരാവുന്ന പോസിബിലിറ്റീസ് എന്തേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇഫ് ജി ഹാസ് നോ പാരലൽ എഡ്ജസ് ദെൻ ദ എൻട്രീസ് ഓഫ് എ ജി ആർ. പാരലൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ 2 എഡ്ജസ് ആവാം, 3 എഡ്ജസ് ആവാം, എത്ര വേണമെങ്കിലും ആവാം. പാരലൽ എഡ്ജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എ ജിയുടെ എൻട്രീസ് എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് 0, 1 മാത്രമേ ഉള്ളൂ. അപ്പം ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 0, 1 പാരലൽ എഡ്ജസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ എ ഓഫ് ജി ഈസ് അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ ഗ്രാഫ് ജി ദെൻ ജി ഈസ് ഡാഷ്. അപ്പം ഇതൊരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 റോസും 3 കോളംസുമാണ്. അപ്പം 3 വേർട്ടിസസ് എന്താണെങ്കിലും കാണും. നമുക്കതിനെ V1, V2, V3 എന്ന് വിളിക്കാം. ഇനി V1 ഇതിലൊരു എൻട്രി ഉണ്ട്. അപ്പോൾ V1ൽ നിന്ന് V1ലേക്ക് ഒരു എഡ്ജ്, അതെന്ന് പറയുന്നത് ലൂപ്പായിരിക്കും. ഇനി V2, V1 വന്നപ്പോൾ V2, V1 ഇവർ തമ്മിൽ 2 എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എഡ്ജ് ഇങ്ങനെ വരയ്ക്കാം, ഒരു എഡ്ജ് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ V3, V1, അപ്പം V3യും V1ഉം V3, V1ലേക്ക് ഒരു എൻട്രി ഗ്രാഫ്. ഇനി V1, V2 അത് ഓൾറെഡി നമ്മൾ 2 വരച്ചിട്ടുണ്ട്. V2ൽ 0 ആയതുകൊണ്ട് ലൂപ്സ് ഒന്നുമില്ല. പിന്നെ V3യിൽ നിന്ന് V2ലേക്ക് എഡ്ജസ് ഒന്നുമില്ല. അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ അഡ്ജസൻസി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ജി ഈസ് കണക്റ്റഡ്. ഒരു കണക്റ്റഡ് ഗ്രാഫാണ്.